മന്ത്രവാദ വിധി പ്രകാരമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള രീതിയിലാണ് ആവാഹനം, ഉച്ചാരണം ഈ രീതിയിലാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് 100% ഉണ്ട്. 3-4 പേരിരുന്ന് വർത്താനം പറയുന്നിടയ്ക്ക് ഒരാൾ പോയി പെട്ടെന്ന് തൂങ്ങി മരിച്ചു. ആ നെഗറ്റീവ് എനർജി അവർ സ്വീകരിച്ച ആ ശക്തിയെ വീണ്ടും, അതായത് അവരുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന് ദോഷമായിട്ട് വന്ന ഒരാൾ, ആ ദോഷത്തിന് നമ്മൾ സ്വീകരിച്ച് പല ദേവതകൾക്കും മദ്യം സേവിക്കണ കാര്യം നമ്മൾ ആചാരം പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. മനസ്സിലായോ? ഇത് എന്തിനാണെന്ന് പോലും പലർക്കും അറിയില്ല. അങ്ങയുടെ അടുത്തേക്ക് വന്ന പല ആളുകളും അങ്ങനെ പല കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് അവർ വരുമ്പോൾ അവരുടെ ശരീരത്തിലെ എനർജിയാണ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നത്. അതായത് അവരവിടെ നിന്ന് തുള്ളുന്നു. അപ്പം പലരും ചെയ്യുന്നത് ചിലപ്പോൾ സ്വയം തുള്ളി കാണിക്കുന്നതായിരിക്കും, അവരുടെ ശരീരത്തിൽ നിന്ന് എനർജി എടുത്ത് സ്വയം തുള്ളി കാണിക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങ് പറയുന്നത് അവരുടെ ശക്തിയെ അങ്ങ് എടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ വൈബ്രേഷൻ കിട്ടുന്നത് അവർക്ക് തന്നെയാണ്. അതെങ്ങനെയാണ്? അതെന്ന് വെച്ചാല് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ബോധ്യപ്പെടുന്നത് അവർക്കാണ്, വരുന്ന വ്യക്തികൾക്കാണ് അതിന്റെ അനുഭവം ഉണ്ടാവേണ്ടത്, നമ്മൾക്കല്ല. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരാൾ പറയണം നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം ഞാൻ മാറ്റി എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കത് വിശ്വസിക്കണമെങ്കിൽ അവർക്കൊരു അനുഭവം ഉണ്ടാവണം. അപ്പൊ അത് അവരുടെ പ്രശ്നമാണെന്നും അവരുടെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടെന്നും അവരുടെ ബോഡിനെ ധരിപ്പിച്ചാൽ മാത്രമേ നമ്മൾക്കതിന് സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ രീതിയിൽ അവിടുത്തെ ചടങ്ങുകൾ ചെയ്യണം. അങ്ങനെയാണ് എല്ലാവരും നിൽക്കുമ്പോൾ തന്നെയാണ് കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ നമ്മൾ ഈ ചടങ്ങൊക്കെ ചെയ്യണം. കാരണം മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ അവിടെ ഇല്ല. എല്ലാവരും അവിടെ നിർത്തിയിട്ട് തന്നെ ചെയ്യുന്ന ചടങ്ങ് തന്നെയാണ് ഈ ബാധാദോഷമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബാധാദോഷം നമ്മൾ എത്ര മന്ത്രവാദി എടുത്ത് പോയാലും, എത്ര പൂജ ചെയ്താലും, എത്ര ആഹ്വാനം നടത്തിയാലും അത് വിട്ടുപോകില്ല, അത് പിന്നെയും പിന്നെയും വരും. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്? അത് ശരിക്കും കൃത്യമായി ചെയ്യാൻ കഴിവില്ലാത്ത ആളുടെ അടുത്ത് പോയിട്ടാണ് പ്രശ്നം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ വരുന്ന വ്യക്തിയോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, അവരോട് നിങ്ങളുടെ അനുഭവം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കിത് എന്തുകൊണ്ട് വന്ന് എന്ന് നിങ്ങൾ തന്നോട് ചോദിക്കണം. രണ്ടാമത് ഇതിനെ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഇത് രണ്ടും ആരും ഒരു വ്യക്തി അടുത്ത് പോയി പറയില്ല. ഇപ്പൊ എന്നെ എനിക്ക് വേറൊരാളത്ത് കാണുക, അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ താങ്കൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പോയി കാണും, അപ്പൊ അദ്ദേഹം പറയണത് നിങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ആൾ ചെയ്തു വെച്ചിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനോട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റുമെങ്കിൽ പലർക്കും എന്തുകൊണ്ടും ചെയ്യാം. ഇന്നും ഒരാരും ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയുണ്ടെന്ന് ധരിപ്പിച്ചിട്ട് കുറെ ആൾക്കാർ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ മനസ്സിന് ധൈര്യമില്ലാത്തവർ അതിൽ വീണ് പോവുകയും ചെയ്യും. അല്ല, ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ബാധാദോഷം എന്ന് പറയുന്നത് ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവായിരിക്കും. ഒരു ആത്മാവിന് എങ്ങനെയാണ് മറ്റൊരു ആത്മാവുള്ള ശരീരത്തിനെ കഷ്ടപ്പെടുത്തുവാനും ദുരിതപ്പെടുത്തുവാനും ശല്യപ്പെടുത്തുവാനും കഴിയുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാള് മരണപ്പെട്ടു വിചാരിക്കും. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയാം. അല്ല, ഒരു സംശയം, എല്ലാവരും പറയുന്നത് എല്ലാ മനുഷ്യരും പോസിറ്റീവ് ആണെന്നാണ്. അപ്പൊ ഒരു മരിച്ചു കഴിയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നത്? അതിനൊരു കാര്യമുണ്ട്, എല്ലാവരും ഉള്ളിൽ ഒരു ഈശ്വരാംശം ഉണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നേക്കാളും അറിവുള്ള ആൾക്കാരാണ് എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റെ കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നൊരു കഴിവുള്ളൂ എന്നും അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നിരിക്കുന്നത് കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യത്തിന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ തന്നെ ജീവിക്കും. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 3-4 പേരിരുന്ന് വർത്താനം പറയുന്നിടയ്ക്ക് ഒരാൾ പോയി പെട്ടെന്ന് തൂങ്ങി മരിച്ചു. പലപ്പോഴും നമ്മൾ ആ സിറ്റുവേഷൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആർക്കും അറിയാം. ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം പെട്ടെന്ന് പോയി സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ ചിലപ്പോൾ തൂങ്ങി മരിക്കും. കാരണം ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സമയത്ത് ഉണ്ടാവണം ഈ എനർജിനെ കൊണ്ട് ചെയ്യണേ. ഇത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ആൾ മരിച്ചു കഴിഞ്ഞാൽ അത് നോർമൽ ഒരു മനുഷ്യൻ ഒരിക്കലും തൂങ്ങി മരിക്കില്ല, അല്ലെങ്കിൽ സ്വയം അവന്റെ ജീവൻ കളയാൻ നിൽക്കില്ല. ഇത്തരത്തിലുള്ള എനർജികളാണ് അവരെ കീഴ്പ്പെടുത്തിയിട്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യണത്. ഞാൻ വ്യക്തി മരിച്ചു പോയാലും ആ ആത്മാവിനെ സ്വീകരിച്ചിട്ട് ഈ എനർജി അവരുടെ കുടുംബത്തിൽ മറ്റൊരാളുടെ കൂടെ വീണ്ടും കൂടാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരു വീട്ടിൽ അച്ഛൻ ചെയ്ത പോലെ വീണ്ടും മകൻ തൂങ്ങി മരിച്ചെന്ന് കേൾക്കില്ലേ. അത് ഇത്തരത്തിലുള്ള എനർജികളാണ് ചെയ്യുന്നത്.
അപ്പൊ ഈ വന്ന എനർജിക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇവരെ കൊല്ലാന്നുള്ളതല്ല, ഇത്ര സമയത്തിനുള്ളിൽ അവർ തെളിഞ്ഞില്ലെങ്കിൽ അവർ ആ ശരീരത്തിനെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് മാറുമ്പോഴാണ് ആള് മരണപ്പെടുന്നത്. ഇപ്പൊ നമ്മളടുത്ത് വരുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡിനെ, ഈ നെഗറ്റീവ് എനർജിനെ, നിങ്ങൾ പറയുന്ന പോലെ ബാധാദോഷം എന്ന് ഞാൻ പറയുന്ന ആളല്ല, ഒരു എനർജി എത്ര ഉള്ളൂ, ആ ദോഷത്തിനെ നമ്മൾ സ്വീകരിച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്വീകരിക്കാൻ ഉള്ള ഒരു കഴിവുണ്ടായാലല്ലേ ഈ നെഗറ്റീവ് എനർജി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു. ആ ശക്തിനെ ജനിപ്പിക്കണം. അത് അവരുടെ ശരീരത്തില് ആ നെഗറ്റീവ് എനർജി അവർ സ്വീകരിച്ച ആ ശക്തിയെ വീണ്ടും, അതായത് അവരുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന് ഒരു ദോഷമായിട്ട് വന്ന ഒരാള്, ആ ദോഷത്തിന് നമ്മൾ സ്വീകരിച്ച് ഓക്കെ സ്വീകരിച്ചാൽ എന്തുകൊണ്ട് ഈ ദോഷം അവന്റെ കൂടെ എത്തി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അത് വരാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു എനർജി ഉള്ളതുകൊണ്ടല്ലേ ഈ ദോഷം അവിടെ വന്ന് നിന്നേ. ഈ എനർജിനെ നമ്മൾ ജനിപ്പിക്കണം. അതിനാരും ചെയ്യില്ല. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് അവരോട് ബാധാദോഷം തീരില്ല എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല. ഈ ദോഷത്തിനെ മാറ്റി കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ ജനിപ്പിക്കാനുള്ള കർമ്മം നമുക്കറിയാം. അത് ജനിപ്പിച്ച അവന്റെ 10 തലമുറയിലേക്ക് പിന്നെ ഈ നെഗറ്റീവ് എനർജി വരില്ല. അത് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷെ ഇന്ന് വരെ അത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. പലർക്കും അത് ചെയ്യാനുള്ള അറിവില്ല. പലരും പറഞ്ഞില്ലേ ഈ ദോഷം സ്വീകരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കേട്ടക്കണം എന്താ, ദേവിക്ക് പൂജ കൊടുത്ത് കുരുതി കൊടുത്ത് ആവാഹിച്ച് ആ കുരുതി കമത്തി കളയുന്ന നമ്മൾ കണ്ടക്കണേ. അങ്ങനെ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പ്ലാവിൻ തടിയിലോ തേക്കിൻ തടിയിലോ അല്ലെങ്കിൽ കാഞ്ഞിരത്തിന്റെ തടിയിലോ ആവാഹിച്ച് ആണി അടിച്ച് പുഴയിൽ ഒഴുക്കുന്ന അതെങ്ങനെ പോണം? ഒരു മനുഷ്യ ശരീരത്തിനെ വലയ്ക്കാൻ കഴിയുള്ള ഒരു കാര്യത്തിന് ഒരു ആണിയിലടിച്ച് എങ്ങനെ കാട്ടിക്കളയാനാ? പറ്റില്ല. അത് കുറച്ച് ദിവസം അനങ്ങാണ്ടിരിക്കും ഇതിന്റെ പേരില്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൂജാതി കർമ്മകാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ദോഷകാര്യങ്ങളായിരിക്കും. ആ ദോഷകാര്യങ്ങൾ ഈ എനർജിയുള്ള ആൾക്കാരുടെ കൂടെ പോവുകയും ചെയ്യും. 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസക്കാലത്ത് അനങ്ങാണ്ടിരിക്കുകയും ചെയ്യും. എനർജിനെ സ്വീകരിക്കുന്ന സമയം വരെ ആ ബോഡിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. ഇത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ. അപ്പൊ പറഞ്ഞ ആ പൂജ ചെയ്ത് ശരിയായാലും വേറെ പൂജ ചെയ്യണം. ആ പൂജ ചെയ്താൽ 2 മാസത്തേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഇതാവും. ഇതിനാരും സ്വീകരിക്കുന്നില്ല. ഒരിക്കലും ഒരു വിഗ്രഹം സ്വീകരിക്കില്ല. കാരണം ഇത് ഒരു കലാകാരൻ കുത്തിവെക്കുന്ന ഒരു വിഗ്രഹമാണത്. ആ വിഗ്രഹത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അതിലേക്ക് വലിച്ചു കെട്ടാൻ പറ്റില്ല, നമ്മൾ എത്ര പൂജ കൊടുത്താലും. പകരം നമ്മുടെ ശരീരത്തിലേക്ക്, പകരം ആ ജീവനുള്ള ശരീരത്തെ പോലെ നമ്മുടെ ശരീരം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അത് നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തേക്ക് പോന്നോളാൻ പറഞ്ഞ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ കെട്ടും. ആ വ്യക്തി, ആ ദോഷമുള്ള ആ വ്യക്തി നോർമലാവും ചെയ്യും. അദ്ദേഹം പറയുകയും ചെയ്തു എനിക്ക് നോർമലാണ്, ഞാനിപ്പോ എനിക്കൊരു പ്രശ്നമില്ല. ആ എനർജി എന്റെ കൂടെ വന്ന് നിൽക്കും. അതിന് എനിക്ക് സ്വീകരിക്കാൻ കഴിവുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആളുകൾ ശരിവെക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് മന്ത്രവാദ വിധി പ്രകാരമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള രീതിയിലാണ് ആവാഹനം, ഉച്ചാടനം, ഈ രീതിയിലാണ്. ഇപ്പം ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ പോലും ഒരു കല്ലിനകത്ത് അതൊരു ശില്പിമർദ്ദമാണ്. പക്ഷെ അവിടേക്ക് ഒരു ചൈതന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയല്ലേ ആ ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ സൂക്ഷ്മത്തിൽ ഈ ഒരു ബിംബത്തിലേക്ക് ലയിപ്പിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഇന്ന് നടക്കുന്ന ചടങ്ങ് പോലെ ആയിരുന്നില്ല പഴയ കാലത്ത് നടന്നിരുന്നത്. അതിനൊറ്റ ചോദ്യം ചോദിക്കുക, ഒരു 100 വർഷം മുമ്പ് നല്ലൊരു ഹോസ്പിറ്റൽ കാണിച്ചാൽ നമുക്ക് പറ്റുമോ? ഇല്ല. ഉറപ്പല്ലേ? 1000-10,000 വർഷമുള്ള ക്ഷേത്രങ്ങൾ നിലനിൽക്കല്ലേ? അതെന്തുകൊണ്ടാ? അന്ന് അവർ അതിന് ഏറ്റവും കൂടുതൽ വില വെച്ചത് അത്ര ക്ഷേത്രങ്ങൾക്കാണ്. അന്ന് ഈ പറഞ്ഞ അത്രയുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അന്ന് ഈ വൈദ്യന്മാരും കാര്യങ്ങളും ഒക്കെ ഇല്ലായിരുന്നു. അന്ന് ഇന്നത്തെ പോലത്തെ ഒരു അപകടമോ ഒന്നും കാര്യങ്ങൾ ആർക്കുണ്ടായിരുന്നില്ല. എല്ലാവരും 80-85 വയസ്സ് വരെ 100 വയസ്സ് ജീവിച്ച ആൾക്കാരാണ്. ഇന്ന് ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും ഒരു മനുഷ്യന്റെ ആയുസ് എത്ര വരെയുണ്ട്? 50 വയസ്സ്. അതിനും താഴെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ഇന്ന് ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് ഹാർട്ട് പോലും മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഇറക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഇല്ലാത്തൊരു കാര്യം ഇന്നില്ല എന്ന് പറയാൻ കാരണം അന്ന് ഈശ്വര വിശ്വാസങ്ങളും ആചാരങ്ങളും സത്യമായിരുന്നു. ഇന്നതല്ല. ഇന്ന് പലയിടത്തും പല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യണത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്കറിയാം. എനിക്ക് വേറെ മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഇതിന്റെ സത്യമാണ് വേണ്ടതെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വളരെ ആൾക്കാർ കുറവാണ്. ഞാൻ കണ്ടക്കണ പല പ്രഭാഷണങ്ങളും പല കാര്യങ്ങളും ഈ ബുക്കിൽ വായിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കേട്ടക്കണ ഒരാളാണ്. ഞാൻ അതിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ അടുത്ത് വരുന്ന ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് അവന്റെ ഉള്ളിലുള്ള ഈശ്വരാംശം. എനിക്കത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതാണ് എന്റെ ഗുരുനാഥൻ എന്ന സത്യം. അതാണെങ്കിൽ എനിക്ക് ഒരാളും പൂജ ചെയ്യാതെ ഇപ്പൊ എന്നെ എതിർക്കുന്ന ഒരാള് എനിക്ക് അവനെ ബോധ്യപ്പെടുത്താൻ 10 മിനിറ്റ് മതി. എനിക്കത് ചെയ്യാൻ കഴിയും. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് 100% ഉണ്ട്. ഇപ്പൊ താങ്കൾക്ക് അത് ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോ
അത് എന്ത് പ്രശ്നമാണ്? അത് താങ്കളുടെ കുടുംബപരമായി നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് കാരണം ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും എനർജി ഉണ്ട്, എല്ലാവർക്കും. പക്ഷെ ഇതിന്റെ ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ചാണ് അവരുടെ ബോഡിയിൽ ഇതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുള്ളൂ. ചിലർക്ക് ചെറുതായിട്ട്, ചിലർ മൈൻഡ് ചെയ്യില്ല, ചിലർ നല്ല കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവൻ ആരോടെ ഒരു മനസ്സ് തുറക്കുന്ന സമയത്ത് അവന് കൂടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ചിലര് നല്ല ലൈഫിൽ നടക്കുന്നതാണ്, പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറയുന്ന ഒരുപാട് ആൾക്കാരാണ്. ചേട്ടാ, ഞാനിപ്പോൾ പറഞ്ഞപ്പോ ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കതറിയാം. എനിക്ക് എല്ലാവരും അത് ചെയ്യാൻ പറ്റുമത്. എനിക്ക് അതിപ്പോ എന്റെ കൂടെ ഒരു എനർജി ഉണ്ട് എന്ന് പറഞ്ഞു, ആ എനർജി ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? പറ്റും, 100%. അപ്പൊ എനിക്കത് ഫീൽ ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ് എനർജി നിൽക്കുന്നത്? ഒന്ന കാര്യമുള്ളൂ, നിങ്ങളുടെ കുടുംബപരമായി നിൽക്കുന്ന ഒരു ഈശ്വരാംശത്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ സത്യം അതാണ്. ഇപ്പൊ എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇന്നൊരു 10 പേർക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 10 പേര് രക്ഷിക്കണം. അതാണ്. അത് ഒരു കുടുംബത്തിൽ 1-2 ആൾക്കാർ കിട്ടുള്ളൂ. ഇപ്പൊ ഒരു 100 കുടുംബമുണ്ട്. ആ 100 കുടുംബക്കാർക്കും വേണ്ടി ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവാറുള്ളൂ. കണ്ടിട്ടില്ലേ? ശരിയല്ലേ? ഒരു കുടുംബക്ഷേത്രം ഉണ്ട്, അവിടെ ദേവി മുത്തപ്പനും നാഗത്തിനൊക്കെ ഇരുത്തിയുണ്ടാവും. ഈ ചൈതന്യം നിൽക്കുന്നത് ഒരിക്കലും കല്ലിലല്ല, ഇതൊരു മനുഷ്യ ശരീരത്തിലാണ് നിൽക്കുക. പക്ഷെ ഇതിന് കൊടുത്തിരിക്കുന്ന ഗുരുക്കന്മാരൊക്കെ ഇതിന് ദർശനം കൊടുക്കുള്ളൂ, കർമ്മം കൊടുക്കില്ല. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയും, ഇവർ അടുത്ത വർഷം വന്നാൽ മാത്രമേ, ആ ഗുരുനാഥനെ കൊണ്ടാൽ മാത്രമേ അവിടെ ആ ചടങ്ങ് നടത്താൻ പറ്റുള്ളൂ. അതിനാണ് ദർശനം കൊടുത്തെന്ന് പറയണേ. ആ കർമ്മം കൊടുത്തിട്ട് എടുത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യമില്ല അവിടെ. ഞാൻ ഏകദേശം 10-30 ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയ ഒരാളാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തപ്പോൾ ഇതേ കർമ്മ കഴിവ് അവർക്ക് കൊടുത്തിട്ടാണ് പ്രതിഷ്ഠ നടത്തിയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങൾ എന്നെ ക്ഷണിക്കാനോ എൻ്റെ അടുത്തേക്കോ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ നടക്കും. നിങ്ങൾ എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞേ. ബാക്കി എല്ലായിടത്തും അങ്ങനെയല്ല. പക്ഷെ എന്നെ വന്ന് ക്ഷണിക്കാറുണ്ട്, ഉത്സവത്തിന് ഞാൻ പോണ ഒരാളാണ്. പക്ഷെ അവർ കൃത്യമായിട്ട് ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു സംശയം, ഇപ്പൊ അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നെഗറ്റീവ് എനർജി ആണോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആണോ? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നിൽക്കുന്നത്. പക്ഷെ ആ പോസിറ്റീവ് എനർജിനെ വരുത്തണമെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അതിന് ബോധ്യപ്പെടണമെങ്കിൽ ഒരു നെഗറ്റീവിന്റെ ഒരു പ്രസന്റ് ഉണ്ടായാലും പറ്റുള്ളൂ. ഇപ്പൊ അതല്ലാതെ ബോധ്യപ്പെടണം എന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യാത്ത ഒരാളാണ് എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്യില്ല, കുഴപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് ആഗ്രഹിച്ചവരാണ്, എൻ്റെ കൂടെയുള്ള ശക്തിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരാനുള്ള കഴിവുണ്ട് നമുക്ക്. അതിന് ദോഷം വന്നിട്ട് മാത്രം വേണമെന്നില്ല. അപ്പൊ അത് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വരുമ്പോൾ ഇത് പറയും, ഞാൻ ഇന്ന ആളാണ്, ഇന്ന കാര്യമാണ്, ഇന്നത് കൊണ്ടാണ് ഞാൻ ഈ ശരീരത്തിൽ വന്നേക്കണേ. അപ്പൊ എനിക്ക് ഇന്ന കാര്യം ചെയ്തിട്ട് ഇന്ന പോലെ നിർത്തുകയാണെങ്കിൽ ഈ കുടുംബപരമായി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തോളാം ആള് പറയും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ വരണ്ട, എനിക്ക് പകരം താങ്കൾക്ക് അവിടെ സ്ഥാനം കിട്ടുകയും ചെയ്യും, താങ്കളെ കാണാൻ വന്നാൽ ആദ്യം മതി. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, പഴയ കാലത്ത് നടന്ന ചടങ്ങ് ഇങ്ങനെയാണ്. പഴയ കാലത്ത് കേട്ടിട്ടില്ലേ, അവർക്ക് വലിയ ക്ഷേത്രങ്ങളൊന്നും കയറാൻ പറ്റില്ല. പഴയ ആൾക്കാർക്ക് അവരുടെ കാവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? 2 കർമ്മങ്ങൾ ഭൂമിയിലുള്ളൂ, ഒന്ന് ദേശക്ഷേത്ര കണക്കിലും ഒന്ന് കുടുംബക്ഷേത്രത്തെ കണക്കിലും. ഏറ്റവും കൂടുതൽ കർമ്മം നടക്കുന്നത് കുടുംബക്ഷേത്രത്തിലാണ്, ദേശക്ഷേത്രത്തിൽ കർമ്മം നടക്കില്ല. ദേശക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, ദോഷം പിടിക്കില്ല. കുടുംബക്ഷേത്രങ്ങളിലാണ് ദോഷം പിടിക്കുക. ആ ദോഷം പിടിക്കുന്ന വ്യക്തിയാണ് പോയി ദേശക്ഷേത്രത്തിൽ തൊഴാണേ. ആ വ്യക്തിയാണ് പോയിട്ട് ആ ദേശക്ഷേത്രത്തിലെ കർമ്മം കിട്ടി അവസാനിപ്പിക്കണേ. ഇന്നത് ചെയ്യണ ആരെയുണ്ടോ? ഇല്ല. ഇന്ന് സ്വന്തം കുടുംബക്ഷേത്രം നോക്കാതെ എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലും സ്വന്തം കുടുംബക്ഷേത്രം. അല്ല, എന്റെ മറ്റൊരു കാര്യം, ആർക്കും ഏതാണ് അവരുടെ കുടുംബക്ഷേത്രം എന്ന് അറിയത്തില്ല, അതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. അത് എല്ലാവരും അത് താങ്കൾ ചോദിച്ചു വലിയൊരു ചോദ്യം. ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അത് എവിടെയാണെങ്കിൽ നമുക്ക് മനസ്സ് തുറന്ന് പറയുന്ന ആഗ്രഹിച്ച ഒരു ചോദ്യം അതാണ്. നിങ്ങൾ ചോദിച്ചാൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു അവസ്ഥ അതാണ്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഒരു കുടുംബക്ഷേത്രം ഉണ്ടാക്കാൻ വേണം. ഇപ്പോൾ താങ്കൾക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ട്. താങ്കൾ പോയി ചോദിക്കുന്ന ഏതൊരു തന്ത്രി വരിൻ്റെ അടുത്താണെങ്കിൽ അദ്ദേഹമാണ് അവിടെ നിശ്ചയിക്കണേ, അവിടെ ഇന്ന ആൾക്കാരുണ്ടെന്ന് അദ്ദേഹം നിശ്ചയിച്ചിട്ട് ഇത്ര സാമ്പത്തികം വേണ്ടി വരും ഇതിന് കർമ്മം ചെയ്യാൻ, ഇന്ന കർമ്മങ്ങൾ ഇത്ര ദിവസം പൂജ ചെയ്തിട്ട് ഈ ശക്തിനെ അവിടെ ഇരുത്തണേ. ഇത് ഇരുത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് അതിന് വേണ്ട വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് പൂജാതി കർമ്മങ്ങളും അതുപോലെ തന്നെ ജലത്തിൽ ലയിപ്പിച്ച് നിർത്തി എല്ലാ കർമ്മം ചെയ്ത് അവിടെ ഉറപ്പിക്കും പീഠം. എൻ്റെ അറിവിൽ ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബക്ഷേത്രം എൻ്റെ അടുത്ത് വന്നിരിക്കണ എല്ലാവരോടും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, കുടുംബക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ പലർക്കും കുടുംബക്ഷേത്രം എവിടെ നിന്ന് അറിയില്ല. അപ്പോൾ അവർ പറയും പടിഞ്ഞാറ് ദിക്കാണ്, കിഴക്ക് ദിക്കാണ്, ആ ദിക്കെന്നൊക്കെ പറയുന്നത് ഒരുപാട് സ്ഥലത്ത് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതല്ല എൻ്റെ സത്യം. ഇപ്പൊ താങ്കളാണ് താങ്കളുടെ കുടുംബക്ഷേത്രം ഉണ്ടാക്കണം വേണം, എനിക്ക് എൻ്റെ അടുത്ത് വരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് നിങ്ങളുടെ കുടുംബക്കാരായിട്ട് ആലോചിക്കുക. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, ആ കുടുംബക്കാരായിട്ട് വരാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ക്ഷേത്രം, നിങ്ങളുടെ കുടുംബപരമായി നിൽക്കുന്ന ദേവിയോ മുത്തപ്പനോ ആരുണ്ടെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തിൽ വരുത്തിയാൻ കാണിച്ചു തരും. ആ ശരീരത്തിൽ വന്നിട്ട് ആ കർമ്മശക്തിനെ ബോധ്യപ്പെടുത്തി ആ കർമ്മശക്തി നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ പ്രാപ്തമാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ആ വിഗ്രഹം വെക്കാനും അവിടെ പ്രതിഷ്ഠ ഉറപ്പിക്കാനും പാടുള്ളൂ. ഇന്ന് അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അതല്ലേ പ്രശ്നം. അപ്പൊ നമ്മൾക്ക് എന്ത് തോന്നും, അത് വേറൊരു ഗുരുക്കം വന്നു, ഒരു തന്ത്രി വന്ന് വെക്കും. ഈ തന്ത്രി വന്ന് വെച്ചാല പ്രശ്നം എന്താ? അത് ആ തന്ത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഷ്ഠയുടെ അച്ഛൻ അദ്ദേഹമായി മാത്രമായി. അതല്ലേ തന്ത്രി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പ്രതിഷ്ഠയ്ക്ക് ഞാൻ എങ്ങനെ അച്ഛനാവണേ? എന്റെ ആരത്? എന്റെ ആരുമില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയുടെ തന്ത്രി നിങ്ങളായിട്ട് മാറണം. അതിനെന്ത് വേണം? നിങ്ങളുടെ കർമ്മം തരണ്ടേ? അതൊന്ന് ചെയ്യണ ആരണയുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ കിട്ടുക? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു തന്ത്രിവരനെ ഏൽപ്പിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല. അപ്പൊ നിങ്ങൾ അടുത്ത തന്ത്രിവരനെ പോകും. ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അവർ കർമ്മം ചെയ്ത് നിർത്തുന്നത് ഈ രീതിയിലായിരുന്നു. ആ കർമ്മശക്തി ആരുടെ കുടുംബത്താണ് കൊടുക്കേണ്ടത് അത് ആ വ്യക്തിക്ക് കൊടുത്തിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു വെക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് 100% ബോധ്യമാണ് ആ കർമ്മശക്തി അവരുടെയാണെന്നും അതിന്റെ കർമ്മസ്ഥാനത്ത് ജനിപ്പിച്ച ആള് മാത്രം ഞാനുള്ളൂ. അത് ആ കരിങ്കല്ലിലല്ല ഞാൻ കർമ്മശക്തി ഉണ്ടാക്കിയത്, നിങ്ങളുടെ ശരീരത്താണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യം അതുകൊണ്ട് ചെയ്യാനും ഞാൻ 2-3 കാര്യങ്ങൾക്ക് അതിന് മാത്രം ലിമിറ്റേഷൻ വെച്ചുള്ളൂ. മദ്യം നിങ്ങൾ ഉപയോഗിക്കരുത്. ഒറ്റ കാര്യം ഞാനത് പറഞ്ഞുള്ളൂ, മദ്യം ഉപയോഗിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബം മാത്രമായിട്ട് ജീവിക്കുക, മറ്റൊരു കാര്യങ്ങൾക്ക് പോകരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്തുവേണമെങ്കിൽ കഴിച്ചോ, ഇറച്ചിയോ മീനോ എന്തുവേണമെങ്കിൽ കഴിച്ചോ, അതൊന്നൊരു പ്രശ്നമല്ല. അയ്യപ്പസ്വാമി മദ്യം കഴിച്ചാൽ എന്താണ് വിഷയം? മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എന്നെ കാണാൻ വരുന്ന ഒരാള് ഒരു അത്രയും ഒരു അവസ്ഥയിൽ വരുന്ന ഒരാള് വരണ സമയത്ത് ഞാൻ മദ്യം കഴിച്ചിരിക്കുകയാണ്, എന്തായിരിക്കും അവസ്ഥ? കാരണം ഞാനൊരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് വരുന്നത്. എൻ്റെ മൈൻഡ് നേരെ നിൽക്കില്ല, ഒരിക്കലും നേരെ നിൽക്കില്ല. അങ്ങനത്തെ ഒരാൾ, മൈൻഡ് നേരെ നിൽക്കാത്ത ഒരാൾ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയണേ? പിന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പല ദേവതകൾക്കും മദ്യം സേവിക്കണ കാര്യം നമ്മൾ ആചാരം പറഞ്ഞു. ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. മനസ്സിലായോ? ഇത് എന്തിനാണെന്ന് പോലും പലർക്കും അറിയില്ല. അല്ല, ഈ മലബാർ സമ്പ്രദായത്തിലാണെങ്കിലും അല്ലെങ്കിൽ പഴയകാല കാട്ടിനകത്തുള്ള ചില ദേവതകളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ ഇവരെല്ലാം മദ്യം സേവിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മദ്യസേവ നടത്തിയിട്ട്, അല്ലെങ്കിൽ മദ്യം ദേവതയ്ക്ക് നിവേദ്യമായി നൽകിയിട്ടായിരിക്കും പൂജിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പം ഇത് ചെയ്യുന്നത് പല ആചാരങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷെ ഈ ആചാരങ്ങൾ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിൽ വന്ന പല ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കോഴിനെ കണ്ടിരിക്കുന്ന ഒരാളാണ്, അതുപോലെ തന്നെ മദ്യം നിവേദിക്കുന്ന ഒരാളാണ്. ഇത് എത്രത്തോളം എനിക്ക് വിശ്വാസമല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഇത്രയും കർമ്മം ചെയ്തിട്ട് ഇതുവരെ ഞാൻ അവിടെ മദ്യം കഴിച്ചിട്ടില്ല, കോഴിനെ കണ്ടിച്ചിട്ടില്ല. എൻ്റെ ആചാരം അതാണെങ്കിലും ഞാൻ ശബരിമലയുടെ മുകളിൽ പോയിന്ന് ഞാൻ കർമ്മം ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു വ്യക്തിയാണ്. 18 പടിയുടെ മുകളിൽ കയറുന്നിട്ട് ഞാൻ കർമ്മം ചെയ്ത ഒരാളാണ്. എൻ്റെ ക്ഷേത്രത്തിൽ മാത്രമല്ല, അവിടെ പോയി ഞാൻ ഒന്ന് കർമ്മം ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക്, പന്തളത്തുള്ള ഒരു വ്യക്തിക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടായിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ ബുദ്ധിമുട്ട് ഞാൻ മാറ്റണമെങ്കിൽ ശബരിമലയുടെ മുകളിൽ ഞാൻ ചെയ്ത് മാറ്റി തരാം. ഇന്ന് അദ്ദേഹം സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 2.5 വർഷം ഒന്ന് കർമ്മം അതിന്റെ മുമ്പിൽ നിന്ന്, കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ വയലന്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിക്കളഞ്ഞതാ. പിന്നെ എൻ്റെ ക്ഷേത്രം പണിത്. അപ്പൊ ഞാൻ ഏത് ക്ഷേത്രത്തിൽ ഈ കർമ്മം നടത്താൻ എനിക്ക് ധൈര്യമുണ്ട്. ഇപ്പൊ എന്റെ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഞാൻ ഈ ഏത് ലോകത്തിലുള്ള ക്ഷേത്രത്തിൽ വെച്ച് ഇതേ ചടങ്ങ് നീ കാണിച്ചു തരാൻ പറ്റുന്നത് എനിക്ക് പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. എനിക്കത് 100% ഉറപ്പാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇപ്പൊ മഹാദേവ ക്ഷേത്രം ആയിക്കോട്ടെ, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, ഇന്നൊരാളുടെ പ്രശ്നം പറഞ്ഞു ഞാൻ ചെയ്തു, എനിക്ക് പറ്റും. ഇപ്പൊ ഞാൻ തന്നെ അല്ല, ഇപ്പൊ ഏറ്റവും വലിയൊരു ആചാരമാണ് ഇപ്പൊ കൊടുങ്ങല്ലൂർ ഭരണി. കണ്ടിട്ടുണ്ടാവും അല്ലേ? വലിയ പ്രസിദ്ധമായ സംഭവമാണ്. ആ ഭരണിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് കോമരം തുള്ളി കലി തീർത്ത് ദോഷം കെട്ടിപ്പോണെന്ന ചടങ്ങ്. അതില് ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആൾക്കാർ തെറിപ്പാട്ട് പോലത്തെ പാട്ടുകളൊക്കെ പാടുന്ന പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ ഈ 2 വർഷമായിട്ട് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പോയി അവിടെ കൊട്ടുമുടിയാട്ടം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ഞങ്ങൾ നടത്തുന്ന ഒരാളാണ്. അത് നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഇതാണ് ശരിയായ, ഈ മോശമായി പറയാതെ ഇത്തരം പാട്ടുകളായിട്ട് അമ്മയുടെ മുമ്പിൽ പോയി പാടാൻ എനിക്കൊരു അനുഗ്രഹം കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അപ്പൊ ഈ ആചാരങ്ങളൊന്നുമില്ല ഇന്ന് അവിടെ നടക്കണമെന്നുണ്ട്. പരസ്യമായിട്ട് പലരും മദ്യത്തിലായിരിക്കും പലരും ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു കർമ്മം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അറിവില്ലല്ലോ. ഞാൻ മദ്യം കഴിച്ചിട്ട് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്.
അത് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ പലരും പറഞ്ഞു കേട്ടോ ഞങ്ങൾക്കത് വേണം, അവർക്ക് മദ്യം കഴിക്കണം. എൻ്റെ അറിവിൽ അയ്യപ്പസ്വാമി ഒന്നും മദ്യം കുടിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ എന്ത് സങ്കല്പിച്ചു വയ്ക്കുന്നത് അത് നമ്മുടെ ആഗ്രഹമാണ്. അവരെ സ്വീകരിക്കേണ്ടതെന്ന് നമുക്കറിയോ? പലർക്കും അറിയില്ല. നമ്മൾ ഇന്നാണ് ഈ മദ്യമൊക്കെ കാണുന്നത്, അന്ന് അതുപോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ തനിമയിൽ തന്നെ ഇന്ന് സൂക്ഷിക്കണം. പക്ഷെ ഇന്ന് അങ്ങനല്ലല്ലോ. പലരും വേറെ വേറെ മദ്യങ്ങൾ സ്വീകരിക്കണ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് കാരണം വെച്ചാൽ ഇത്ര ആചാരങ്ങളല്ല നമുക്ക് വേണ്ടത്. എൻ്റെ മനസ്സിൽ ഈ വരുന്ന തലമുറകൾക്ക്, ഇപ്പൊ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതിന് എന്താ ചെയ്യണം? ഇന്നുള്ള പല ഗുരുക്കന്മാരും പറയണ കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം വന്നതെന്ന് വെച്ചാൽ ഇവര് ഈ പറയുന്ന രാമായണത്തിലെ കഥയും മറ്റുള്ള ബുക്കിൽ എഴുതിയ കഥയും മാത്രം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് ഇവർ പറയണ്ട, നമുക്കല്ലാണ്ട് അറിഞ്ഞൂടെ? കൃഷ്ണൻ അങ്ങനെയായിരുന്നു, ഇവരിങ്ങനെയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവര് പ്രത്യേകിച്ച് ആരും പറയണ്ട. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതിന്റെ പേരിലാണ്. ഇതിന്റെ റിയാലിറ്റി എന്താണ്? ഇവരെന്തുകൊണ്ട് ആചരിക്കപ്പെടുന്നു? അയ്യപ്പനും ഗണപതിയും സുബ്രഹ്മണ്യനെ എന്തുകൊണ്ട് വിശ്വസിക്കണം ജനങ്ങള്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഒരു കൃത്യമായിട്ട് പറയണ ഒരു ഗുരുക്കന്മാരും ഞാൻ കണ്ടിട്ടില്ല.